യേശു മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. Bienvenue à Radio Assam Mission. Welcome to Assam Mission. ആസാമിലെ ദാളിഗാവിലുള്ള ബൗളാഗുരി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് നാം എത്തിയിരിക്കുന്നത്. ബൊങ്കൈഗാവ് ടൗണിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് ഈ കർഷക ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തെ കർഷകർ മുഖ്യമായും നെല്ലാണ് കൃഷി ചെയ്യുന്നത്. 5 ഗോത്രവിഭാഗങ്ങൾ ഇവിടെ ഐക്യ മനോഭാവത്തോടെ ജീവിക്കുന്നു. ആസാം മിഷന്റെ ഒരു പ്രമുഖ മിഷൻ സ്റ്റേഷൻ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. നസ്രത്ത് വിമൻ എംപവർമെന്റ് സൊസൈറ്റി, നസ്രത്ത് സഹോദരികളുടെ സന്യാസിനി സമൂഹത്തിന്റെ ഒരു സംരംഭമാണ് നസ്രത്ത് ഹോം സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അറിവില്ലായ്മയുടെ പേരിൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗം സ്ത്രീ സമൂഹത്തിനു വേണ്ടി മാത്രമുള്ള ഒരു മിഷൻ സ്റ്റേഷനാണിത്. ഞാൻ സിസ്റ്റർ ജസ്മിൻ CSN, നസ്രത്ത് സഹോദരികളുടെ സന്യാസ സഭയിലെ ഒരംഗമാണ്. ഞങ്ങൾ ഇവിടെ ബൊങ്കൈഗാവ് ഡയസിസിൽ പെൺകുട്ടികളുടെ ഉദ്ധാരണത്തിന് വേണ്ടി നസ്രത്ത് വിമൻ എംപവർമെൻറ്റ് സൊസൈറ്റി എന്നൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. കഴിഞ്ഞ 16 വർഷമായി ഞങ്ങളിവിടെ സേവനം ചെയ്യുന്നതാണ്. ഈ സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് എല്ലാ വർഷവും 50-ൽ കൂടുതൽ കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ചിൽഡ്രനെ പല വില്ലേജുകളിൽ, ആസാമിൻ്റെയും മേഘാലയയുടെയും അതുപോലെ ആസാമിൻ്റെ മറ്റ് അടുത്ത സ്റ്റേറ്റുകളിലെ നിന്ന് ഉള്ള 50ഓളം കുട്ടികൾ എല്ലാ വർഷവും ഞങ്ങൾക്ക് ട്രെയിനിങ്ങിന് വേണ്ടി ഇവിടെയുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടുത്തെ കുട്ടികൾ പല ട്രൈബുകളിൽപ്പെട്ടവരാണ്, പല ഭാഷകളുള്ളവരാണ്. അവരൊക്കെ ഞങ്ങളുടെ ഈ സെൻറ്ററുകളിലേക്ക് ഒരു വർഷത്തെ ട്രെയിനിങ്ങിന്, ഹോം സയൻസ് ട്രെയിനിങ്ങിന് വേണ്ടി അവർ വന്നു കഴിയുമ്പോൾ അവരെ ഞങ്ങൾ വൊക്കേഷണൽ ട്രെയിനിങ്, ഡിഫറെൻറ്റ് സ്കില്ലുകൾ പഠിപ്പിക്കുന്നു. പെയിൻറ്റിങ്, കുക്കിങ്, അതുപോലെ ടൈലറിങ്. ഇത് പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ ഒരു സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട്. സാമ്പത്തിക പരാധീനതകൾ മൂലം വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിച്ച യുവതികളുടെ ഉന്നമനത്തിനായി ലക്ഷ്യം വെച്ച് 2001-ൽ സ്ഥാപിതമായ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് സെൻ്ററാണിത്. ഇവിടെ വന്നിരിക്കുന്ന ഓരോ പെൺകുട്ടിയും തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന അതിയായ ആഗ്രഹമുള്ളവരാണ്. ഓരോ വർഷത്തെയും ഈ ഡിപ്ലോമ കോഴ്സിലേക്ക് 50ഓളം കുട്ടികൾക്കാണ് ആസാം മിഷൻ പ്രവേശനം നൽകുന്നത്. 80% പെൺകുട്ടികളും ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ളവരായതിനാൽ മിക്കവരിൽ നിന്നും അടിസ്ഥാന ഫീസായ 500 രൂപ പോലും ഈടാക്കാതെയാണ് ഇവരെ ആസാം മിഷൻ പഠിപ്പിക്കുന്നത്. സ്ത്രീ ശാക്തീകരണം എന്ന മിഷന്റെ സ്വപ്നം ആസാം ജനതയ്ക്ക് ഈ സെന്ററിലൂടെ പകർന്നു നൽകുന്നു. സ്ത്രീകൾക്ക് തങ്ങളുടെ വ്യക്തിപരമായ ചുറ്റുപാടുകളിൽ സ്വന്തം തീരുമാനമെടുക്കാനുള്ള മനഃശക്തിയാണ് ഇവിടെ പ്രധാനമായും നൽകുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ചുവട് പിടിച്ച് സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ പ്രയോജനം ഇവരുടെ ഹൃദയങ്ങളിൽ പഠനത്തോടൊപ്പം നൽകുന്നു. ഇവിടെ നിന്നും പഠിച്ചു പോയിട്ടുള്ള മിക്കവരുടെയും ജീവിതത്തിൽ ക്രിയാത്മകമായി പ്രകടമായ മാറ്റം കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വന്നിരിക്കുന്നത്. ചിലരെ മിഷണറിമാർ വിദൂര ഗ്രാമങ്ങളിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നതുമാണ്. ഈ കുട്ടികളൊക്കെ പലപ്പോഴും
ചെറുപ്പത്തിൽ തന്നെ വിവാഹിതരാകുന്ന വിവാഹം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ നാട്ടിലെ പോലെയുള്ള ഒരു വിവാഹത്തിൻ്റെ രീതികളല്ല ഇവിടെയുള്ളത്. പലപ്പോഴും ആരെങ്കിലും കണ്ടിഷ്ടപ്പെട്ട് അവരുടെ കൂടെ ഓടിപ്പോയി ഒരു ജീവിതം നയിക്കുന്ന ഒരു മോറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഈ സ്ഥലത്ത് ഈ കാലങ്ങളായിട്ട് ഞങ്ങളുടെ ഇവിടെ വരുന്ന കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ ട്രെയിനിങ്ങും ക്ലാസ്സുകളും പിന്നെ ഈശോയെ പറ്റി അറിയുവാനും ദൈവത്തിനെ പറ്റി പ്രാർത്ഥനകളിലേക്ക് അവരെ പഠിപ്പിച്ച് അത് കഴിയുമ്പോൾ കുട്ടികളൊക്കെ ഒരു നല്ല അമ്മമാരായി കുടുംബത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു നല്ല കുടുംബജീവിതം നയിക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത്. ഞാനിപ്പം കുറച്ച് വർഷങ്ങളായി ഇവിടെ സേവനം ചെയ്യുകയാണ്. ഞങ്ങളുടെ കുട്ടികൾ അവർ എല്ലാ തരത്തിലും വരുന്ന കാലങ്ങളിൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അവരെ ഹാൻഡിൽ ചെയ്യാനും ഓരോ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുവാനൊക്കെ. പക്ഷേ കുറച്ച് നാളുകൾ ഞങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ ട്രെയിനിങ്ങിലൊക്കെ അവർ അവർ പങ്കുചേരുമ്പോൾ അവർക്ക് ഒരുപാട് മാറ്റം അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു കുടുംബത്തിൽ ഒരു സാമ്പത്തികമായിട്ട് കുടുംബത്തെ എങ്ങനെ നയിക്കണം, ഒരു നല്ല അമ്മ കുടുംബത്തെ എങ്ങനെ നയിക്കണം എന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതുമൊക്കെ അവർ പഠിച്ചും ഒരു നല്ല കുടുംബജീവിതം കഴിഞ്ഞുപോയ ഞങ്ങളുടെ കുട്ടികൾ നയിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. പല ഗോത്രങ്ങളിൽ നിന്നുള്ളവരുടെ ഒരു സമ്മേളനം കൂടിയാണ് ഈ സ്ഥാപനത്തിൽ കാണുവാൻ സാധിച്ചത്. ഇന്ന് വീട്ടുകാരോടും കുടുംബാംഗങ്ങളോടുമുള്ള ഉത്തരവാദിത്വം ഇവർ മനസ്സിലാക്കുന്നു. സമൂഹത്തിൽ ഇവരുടെ അവകാശങ്ങൾ എന്തൊക്കെയെന്നുള്ള അവബോധം ഇവർ അറിയാതെ തന്നെ സ്വായത്തമാക്കുന്നു. ഇത് സെലീന കുജൂർ, 5ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച് ദാരിദ്ര്യം ഒന്നുകൊണ്ട് മാത്രം പഠിത്തം നിർത്തേണ്ടി വന്ന വിദ്യാർത്ഥിനി. ഇവിടെ ഏറ്റവും നന്നായിട്ട് തയ്ക്കുന്നതും സെലീനയാണെന്നാണ് സിസ്റ്റേഴ്സ് പറയുന്നത്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഭാരതത്തിൽ വിദ്യാഭ്യാസ മേഖലകളിൽ ഇന്നും സ്ത്രീകൾ വല്ലാതങ്ങ് പിന്തള്ളപ്പെടുന്നു എന്ന കാര്യം ആസാം മിഷനെ ആശങ്കപ്പെടുത്തുന്നു. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ ഞങ്ങൾ കുടുംബ സമുദ്ധാരണം എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിച്ച ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ ഞങ്ങളുടെ ഹോം സയൻസ് കോളേജ് അങ്കമാലി ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ബ്രാഞ്ച് എന്ന പോലെയാണ് ഞങ്ങൾ ഈ ബൊങ്കൈഗോൺ ഡയസിസിൽ ഇത് തുടങ്ങിയത്. ഡയസിസിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് വളരെ സപ്പോർട്ടാണ്. ബിഷപ്പും അതുപോലെ മറ്റുള്ള അച്ഛന്മാരും അതുപോലെ ഡയസിസിൻ്റെ എല്ലാ തരത്തിലുള്ള അച്ഛന്മാരും അതുപോലെ പല പല ഇടവകളിൽ നിന്നാണ് എല്ലാ വർഷവും ഞങ്ങൾക്ക് കുട്ടികളെ കിട്ടുന്നത്. ഈ വർഷം ഞങ്ങൾക്ക് 48 പിള്ളേരുണ്ട്. 48 പിള്ളേരിൽ 42 പിള്ളേരും കാത്തലിക് കുട്ടികളാണ്. എല്ലാ ദിവസവും അവർക്ക് കുർബാനയുണ്ട്, അതുപോലെ മറ്റ് മേഴ്സി റോസറി, അതുപോലെ ഓരോരോ പ്രാർത്ഥനകൾ. പിന്നെ ഇവർക്ക് എല്ലാ വർഷവും ഞങ്ങൾ റിട്രീറ്റ് കൊടുക്കാറുണ്ട്, എല്ലാ മാസവും കുമ്പസാരം. അങ്ങനെ ഒരു വർഷത്തെ അവരുടെ ജീവിതം അവരിവിടെ ജീവിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു നല്ല ഒരു ജീവിതം, ഒരു ഉത്തമ കുടുംബിനികളായിട്ട് മാറാനുള്ള ട്രെയിനിങ് കൊടുത്ത് ആണ് ഞങ്ങളിവിടെ നടത്തുന്നത്. ഞങ്ങളുടെ സേവനം വഴി ഒരുപാട് പേര്, ഒത്തിരി പേര് അതിൻ്റെ ഫലം പ്രാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓർക്കുമ്പം വി ആർ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. Good morning. Bye. Thank you, sister. I'm Sister Jayanti, teaching the painting class. We are teaching various painting like oil painting and fabric painting and the charcoal painting, etc. And now I am going to teach this fabric painting. Now they are ready to start their class, so I am going to teach them. ഇത് സിസ്റ്റർ ജയന്തി CSN. ഇവിടുത്തെ കുട്ടികളെ പെയിൻറ്റിങ്ങിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നത് സിസ്റ്റർ ആണ്. സിസ്റ്റർ ജയന്തി ബൊങ്കൈഗോൺ ഡയസിസിലെ ദോത്തുമ പാരിഷിലെ സർപ്പാങ്കുരി നേപ്പാൾപാറ റാബ ഗോത്രവർഗത്തിൽ നിന്നുള്ള ഒരു സിസ്റ്ററാണ്. തൻ്റെ വില്ലേജിൽ ദൈവവചനവുമായി കടന്നുവന്ന നസറത്ത് സിസ്റ്റേഴ്സിൽ ആകൃഷ്ടയായി ഒരു സിസ്റ്റർ ആകുവാനുള്ള അവളുടെ ആഗ്രഹം പറഞ്ഞു. തങ്ങളുടെ കൂടെ പോരു മഠമൊക്കെ കാണാമല്ലോ എന്ന് മറുപടി പറഞ്ഞ സിസ്റ്റർമാരുടെ കൂടെ അന്ന് തന്നെ ജയന്തി റാബ എന്ന 10ാം ക്ലാസ്സുകാരി കുട്ടി യാത്രയായി. നീണ്ട 7 വർഷകാലത്തെ പരിശീലനം പൂർത്തിയാക്കി വ്രതവാഗ്ദാനം നടത്തി നസ്രായ മണവാട്ടിയായി ദൈവത്തിനും രാജ്യത്തിനുമായി നിസ്വാർത്ഥ സേവനം അനുഷ്ഠിച്ച് ഇപ്പോൾ ഈ ഹോം സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആയിരിക്കുന്നു.
ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഈ അനുഗ്രഹീത കലാകാരി വിവിധങ്ങളായ പെയിൻറ്റിങ്ങിൽ, അതായത് ഓയിൽ പെയിൻറ്റിങ്സ്, ഗ്ലാസ് പെയിൻറ്റിംഗ്, ചാർക്കോൾ പെയിൻറ്റിംഗ്, മെറ്റൽ ക്രാവിംഗ്, ഫാബ്രിക് പെയിൻറ്റിംഗ്, പോട്ട് പെയിൻറ്റിംഗ് എന്നിവയിൽ വളരെ പ്രാവീണ്യം നേടിയിട്ടുള്ളവളാണ്. കഠിനാധ്വാനവും ആത്മസമർപ്പണവും മുതൽക്കൂട്ടായ സിസ്റ്റർ ജയന്തി ഈ കുട്ടികളുടെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് അക്ഷീണം പരിശ്രമിക്കുന്നു. വൈവിധ്യമായ കലാസംസ്കാരങ്ങളുടെ സംഗമസ്ഥാനമാണ് ആസാം. പരമ്പരാഗത കലകളും കരകൗശലവും ആസാം ജനതയുടെ മനോഹരമായ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് എന്നത് മനുഷ്യക്രിയാത്മകതയുടെ ആദ്യകാല ആമുഖങ്ങളിൽ ഒന്നാണല്ലോ. ആസാം മിഷനെ അതിശയിപ്പിക്കുന്നത് ഇവിടുത്തെ ജനതയുടെ പരമ്പരാഗതമായ കലാഭിരുചിയാണ്. ആസാമീസ് പെയിൻറ്റിങ്ങുകൾ ഇവരുടെ തനതായ ശൈലിയിലും വ്യത്യസ്തമായ പ്രകൃതിയിലും ലോകമെങ്ങും പ്രസിദ്ധമാണ്. ഇതുകൊണ്ടൊക്കെയായിരിക്കാം ഇവിടേക്ക് എത്തിച്ചേരുന്ന 99% പെൺകുട്ടികളും കലയോട് ആഭിമുഖ്യമുള്ളവരായിത്തീരുന്നത്. പല ഗോത്രങ്ങളിൽ നിന്നുമുള്ള പല ഭാഷകൾ സംസാരിക്കുന്ന ഇവരെ അന്യോന്യം യോജിപ്പിക്കുന്നത് ക്രിസ്തുവും കലയുമാണെന്നാണ് മിഷണറിമാർ പറയുന്നത്. ഇവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ഇന്ന് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഈ കലകളുടെ ദൈവികമായ ഭാഷയാണ്. ഈ കാണുന്ന മനോഹരമായ ചിത്രങ്ങളേറെയും കുട്ടികളും മുൻ അധ്യാപികമാരും വരച്ചതാണ്. സിസ്റ്റർ ജയന്തി വരച്ച ഹൃദ്യമായ ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ചിത്രരചനാ വിഭാഗത്തിൽ പോട്ട് പെയിൻറ്റിംഗ്, ഗ്ലാസ് പെയിൻറ്റിംഗ്, ഓയിൽ പെയിൻറ്റിംഗ്, ചാർക്കോൾ പെയിൻറ്റിംഗ്, ടോയ് മേക്കിംഗ് എന്നിവ പരിശീലിപ്പിച്ചതിൻ്റെ ഫലങ്ങളാണ് നാം ഈ കാണുന്നത്. എക്സിബിഷനുകൾ സംഘടിപ്പിച്ചാൽ 10,000 രൂപയിലേറെ വിലമതിപ്പുള്ള ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് ഇത് കാണുന്നവർ അഭിപ്രായപ്പെടുന്നത് ഈ പരിശീലനത്തിൻ്റെ മികവാണ് വിളിച്ചോതുന്നത്. തയ്യൽ പരിശീലനവും പെയിൻറ്റിങ്ങും കൂടാതെ കുക്കിംഗ് ആൻഡ് ബേക്കറി, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, സ്പോക്കൺ ഇംഗ്ലീഷ് എന്നിവയും പരിശീലിപ്പിക്കുന്നു. ഞങ്ങളുടെ ഇവിടെ വന്നിരിക്കുന്ന കുട്ടികൾ പല പല ട്രൈബുകളിലുള്ളവരാണ്. പുറത്തുള്ള ഒരു വില്ലേജുകളിൽ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രൈബുകൾ തമ്മിലുള്ള ഒരു സ്നേഹമോ അവർക്ക് എപ്പോഴും ഒരു പേടിയുടെ ഒരു ഭാവമാണ്. ഒരിക്കലും ഒരു സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം വളരെ കുറച്ചേ ഇവിടെയുള്ളൂ. അപ്പം ഈ കുട്ടികളൊക്കെ ഇവിടെ വന്ന് അവർ ഒന്ന് ചേർന്ന് ഒന്നിച്ചവർ നടക്കും, ഒന്നിച്ചവർ പ്രാർത്ഥിക്കും, ഒന്നിച്ചവർ കാര്യങ്ങളൊക്കെ ചെയ്യും. വളരെ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ വന്ന് അവർ പ്രാർത്ഥിക്കാനൊക്കെ പ്രാർത്ഥിക്കാൻ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു പകയും വൈരാഗ്യവും ഒക്കെ തീർന്ന് അവർ ഒന്നിച്ച് നടന്ന് ഒന്നിച്ച് പ്രാർത്ഥിച്ച് നടത്തുന്ന ഒരു രീതി കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വീട്ടിലെ കുടുംബത്തിലെ ആവശ്യങ്ങൾ, അവരുടെ തന്നെ നൊമ്പരങ്ങൾ തമ്പുരാൻ്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ ആ നിഷ്കളങ്കമായ വിശ്വാസം കാണുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്കും തോന്നിപ്പോകാറുണ്ട്, ദൈവമേ നീ എത്രയോ നല്ലവനാണെന്നൊരു വളരെ ഒരു ഭാവം ഞങ്ങളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തോന്നാറുണ്ട്. രാവിലെ തന്നെ അതിരാവിലെ എഴുന്നേറ്റ് ഇവർക്ക് യോഗയും മെഡിറ്റേഷനും ഉണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പ്രാർത്ഥിക്കുക, ഈശോയിലേക്ക് അടുക്കുക, അങ്ങനെ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുത്തുക എന്നത് അവർക്കൊരു ആത്മീയമായിട്ടൊരു ഉണർവ് ഞങ്ങളുടെ പിള്ളേരിൽ എപ്പോഴും വരാറുണ്ട്. രാവിലെ തന്നെ അവർ എഴുന്നേറ്റ് പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, അതുപോലെ നടക്കുന്ന സമയത്തൊക്കെ സുകൃത ജപങ്ങൾ ചെല്ലുക, അത് ചൊല്ലി ബാക്കിയുള്ളവരെ അത് പഠിപ്പിക്കുക, അതിനനുസരിച്ച് ജീവിക്കുക എന്നൊരു വലിയൊരു കാര്യം ഇവരിൽ ഞങ്ങൾ പഠിപ്പിക്കും. അതനുസരിച്ച് ഇവരുടെ നിഷ്കളങ്കമായ ഒരു വിശ്വാസമായ വളരെ വലുതാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാനും, പിന്നെ പല പല ട്രൈബിലുള്ള കുട്ടികൾ സമഭാവനയോടെ സ്നേഹത്തോടെ
അവർ ജീവിക്കാനുള്ള ഒരു ഇതുണ്ട്. വളരെ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ ഒരു അമ്മയ്ക്ക് കിഡ്നിയുടെ ഒരു അസുഖം വന്നു. ഒരിടയ്ക്ക് കിഡ്നിയുടെ ആ കൊച്ചിൻ്റെ അമ്മയുടെ അസുഖം വന്നു. എല്ലാ കുട്ടികളും ഞങ്ങളടക്കം എല്ലാവരും അത് പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി അമ്മയ്ക്ക് സൗഖ്യം കിട്ടി. അതൊരു വലിയൊരു വിശ്വാസത്തിൻ്റെ ഒരു അനുഭവമായിരുന്നു. ഇവിടെ പിള്ളേരെല്ലാവരും വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. പിന്നെ വേറെ ഒരു പള്ളിക്ക് വേണ്ടി കൊടുക്കുക എന്നൊരു ഭാവം ഞങ്ങൾ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഈ കുട്ടികളൊക്കെ ഇവിടെ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ എല്ലാ ദിവസവും അവർക്ക് കൊടുക്കുന്ന അരിയിൽ നിന്ന് ഒരു പിടി അരി മാറ്റി വെച്ച് അത് സൺഡേയിൽ കൊണ്ടുപോയി അവർ തന്നെ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ കൊണ്ട് സമർപ്പിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ലേണിംഗ് ആയിരുന്നു അത്. ഇന്ന് ഇവിടെ നസ്രത്ത് സഭാ സമൂഹം പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം എങ്ങനെ കെട്ടിപ്പടുത്താം എന്ന മഹനീയമായ പരിശീലനം പഠനത്തോടൊപ്പം നൽകുന്നു. അത് ജീവിതയാത്രയിൽ മുഴുവനും ഇവരെ സംരക്ഷിക്കുമെന്ന് ആസാം മിഷൻ പറയുന്നു. തമ്പുരാൻ ഇങ്ങനെ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഈ പിള്ളേർക്ക് കുറേ കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ ഹെർബൽ മെഡിസിൻ പച്ചമരുന്നുകളെ പറ്റിയൊക്കെ ഞങ്ങൾ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കൊരു ഹെർബൽ ഗാർഡൻ ഒന്നുമില്ല. അപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു, ആരെങ്കിലും ഞങ്ങൾക്കൊരു ചെറിയ പ്രൊജക്റ്റ് തന്നായിരുന്നു ഈ ഒരു കുഞ്ഞ് ഹെർബൽ ഗാർഡൻ ഉണ്ടാക്കി പിള്ളേരെ ഞങ്ങൾക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന്. ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ഞങ്ങൾക്കൊരു കുഞ്ഞ് പ്രൊജക്റ്റ് കിട്ടി. അതുകൊണ്ട് ഒരു ഹെർബൽ ഗാർഡൻ ഉണ്ടാക്കി. അതുപോലെ ഞങ്ങൾ അതേപ്പറ്റി വില്ലേജുകളിലും പോയി ക്ലാസ് എടുത്ത് പിള്ളേരെ അതൊക്കെ പഠിപ്പിച്ച്. കാരണം ഇവിടെയുള്ള മനുഷ്യർ ആശുപത്രിയിലൊക്കെ പോകാനൊക്കെ വളരെ നന്നേ പുറകിലുള്ള മനുഷ്യരാണ്. അപ്പം നമ്മൾ ഇതുപോലെ ഹെർബൽ മെഡിസിനും അതേപ്പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്ത് വിട്ട് കഴിയുമ്പം പിള്ളേർക്ക് അവരുടെ ജീവിതത്തിലും അവരുടെ ഭാവി കുടുംബജീവിതത്തിലൊക്കെ അത് ഒത്തിരിയേറെ ഉപകാരമുണ്ട്. आप सब लोग आ जाओ, हम इधर दिखा देंगे कुछ चीज़ के बारे में. इधर ही है, इधर से दिखा सकते हैं. तो ये तो इसका नाम है चिरौता है ना. तो इसको बहुत ये तीता है, बहुत कड़वा है. तो सभी बीमारी के लिए अच्छा है, क्योंकि हम लोग को शरीर में जितना खून है, खून को साफ सफाई रखने के लिए बहुत अच्छा है. इसका नाम क्या है? चिरौता. ये तो डायबिटिक वाला पेशेंट को चीनी वाला നിലവേപ്പിന്റെ ഔഷധ ഗുണത്തെപ്പറ്റിയുള്ള സിസ്റ്ററിന്റെ ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇവരുടെ നിത്യജീവിതത്തിലേക്ക് ആവശ്യമായ അറിവാണ് ഇതിലൂടെ നൽകുന്നത്. ഭാരതത്തിലെ വിവിധയിനം സസ്യങ്ങൾ മനുഷ്യർക്ക് ഉപയോഗപ്രദമായ വസ്തുക്കളും വിവിധ വൈകല്യങ്ങളുടെ ചികിത്സയ്ക്കായി വ്യാപകമായി ഇന്നും ഉപയോഗിക്കപ്പെടുന്നുവെന്ന വസ്തുത ഇവരെ ബോധ്യപ്പെടുത്തുന്നു. ഔഷധഗുണമുള്ള ചെടികളുടെ വൈവിധ്യം, സാന്നിധ്യം, ഉപയോഗരീതി എന്നിവ ഇതിലൂടെ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാൻ സഹായിക്കുന്നു. പ്രത്യേകിച്ചും ഇവരുടെയെല്ലാം ഗ്രാമങ്ങളിൽ ആശുപത്രികളോ ക്ലിനിക്കുകളോ ഇല്ലാത്ത പ്രദേശമായതിനാൽ ഈ അറിവ് അടിയന്തര ഘട്ടങ്ങളിൽ കുടുംബത്തിലും സമൂഹത്തിലും നാടിനും പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു. മറ്റൊന്ന്, ഇത് ഒരു ജീവൻ രക്ഷാ പ്രവർത്തനത്തിൻ്റെ കൂടി പഠനമായതിനാൽ കൂടെ ജീവിക്കുന്ന മറ്റ് ഗോത്രവിഭാഗത്തിൽപ്പെട്ടവരോട് കരുണ എന്ന ഭാവം ഇവർ അറിയാതെ തന്നെ ഇവർക്കുള്ളിൽ ഉടലെടുക്കുന്നു. ഇതോടെ പല ഗോത്രങ്ങളിൽ നിന്നും വന്ന ഇവരുടെ പഠനത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലുണ്ടാകാനിടയുള്ള സ്പർദ്ധ ഇവർക്കിടയിൽ ഇല്ലാതാകുന്നതായും മിഷണറിമാർ സാക്ഷ്യപ്പെടുത്തുന്നു. ആസാം മിഷൻ സ്വപ്നം കണ്ട അതേ മൂല്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് പകർന്നു നൽകാൻ നസ്രത്ത് സന്യാസിനി സമൂഹത്തിന് സാധിച്ചത് കഠിനമായ അധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ്. ബൊങ്കൈഗാവ് രൂപതയിലെ ഈ മിഷണറി സന്യാസിനി സമൂഹത്തിൻ്റെ മഹനീയമായ ദൗത്യത്തിന് ആസാമിൽ നേതൃത്വം നൽകാൻ ദൈവം തെരഞ്ഞെടുത്തത് സിസ്റ്റർ ജസ്മിൻ CSNനെയാണ്. മിഷനിൽ പ്രവർത്തിക്കുന്നതിനൊപ്പം മാധ്യമങ്ങളിലൂടെ വചനം പങ്കുവയ്ക്കുവാനും കൃപാവരം സിദ്ധിച്ച സിസ്റ്റർ ജസ്മിൻ പറയുന്നത്, ഇതെല്ലാം സാധ്യമാകുന്നത് ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണെന്നാണ്. ഞാനെപ്പോഴും എൻ്റെ വൊക്കേഷനെ പറ്റി ഓർക്കുമ്പോൾ, ദൈവമേ നീ എന്നെ വിളിച്ചു, നീ എന്നെ പേരുവള്ളി വിളിച്ചു. ഓരോ ദിവസവും ചെല്ലുമ്പം ദൈവം തന്ന വിളിക്കൊരു പുതിയൊരു അർത്ഥം കണ്ടെത്തുന്ന ഒരു ഭാവം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. എന്നും പുതിയ പുതിയ അനുഭവങ്ങളാണ്.
ഈ കുട്ടികളൊക്കെ വരുമ്പോൾ പലപ്പോഴും അവരൊക്കെ ഒത്തിരി വ്രണപ്പെട്ട പിള്ളേരാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. വളരെ ഒത്തിരിയേറെ നൊമ്പരങ്ങളുണ്ട് അവരുടെ അടുത്ത്, സങ്കടങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങളുടെ അടുത്തൊക്കെ വന്നിരുന്നൊന്ന് ഷെയർ ചെയ്യുമ്പോൾ സിസ്റ്റർ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. എല്ലാം ഞങ്ങൾ തമ്പുരാൻ്റെ അടുത്ത് ഈശോയുടെ മുന്നിൽ കൊടുത്തു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ മുന്നിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വിഷമിക്കാനില്ല. വളരെ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ സ്വന്തം വീടും വീട്ടുകാരും ഒക്കെ വേറെയുള്ള ട്രൈബുകാർ വന്ന് നശിപ്പിച്ച് അതിൻ്റെ നൊമ്പരത്തിൽ വന്ന പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഞങ്ങൾ തമ്പുരാൻ്റെ മുന്നിൽ കൊണ്ട് ഇരുത്തും. ഈശോയെ, അന്നേരം നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ ഗുണങ്ങൾ കൊണ്ടോ ഒന്നുമല്ല, ദൈവം നേരെ വന്ന് ഞങ്ങളെ ധ്യാനവും പ്രാർത്ഥനയൊക്കെ നടത്തുമ്പം തമ്പുരാൻ നേരെ വന്ന് ഈ കുഞ്ഞു മനസ്സുകളെ തൊടുന്നത് കാണുമ്പം ദൈവമേ, അവർണ്ണീയമായ ദാനത്തെക്കുറിച്ച് ദൈവമേ അങ്ങേക്ക് നന്ദിയല്ല ഞങ്ങൾക്ക് എന്ത് പറയാൻ കഴിയും. ആ ഒരു വല്ലാത്തൊരു ഭാവം എപ്പോഴും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വരാറുണ്ട്. പിന്നെ ഞങ്ങൾക്കിവിടെ സാമ്പത്തികമായിട്ട് ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിലും വളരെ പ്രത്യേകമായിട്ട് ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങൾക്ക് കാർപ്പറ്റ് ഉണ്ടായില്ല. ഞങ്ങളും പിള്ളേരും എല്ലാവരും എല്ലാ ദിവസവും ഞങ്ങൾക്കൊരു കാർപ്പറ്റ് തരണേ തമ്പുരാനെ എന്ന് കഴിഞ്ഞ വർഷം തൊട്ട് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. പിള്ളേരോട് പറഞ്ഞു, നമ്മൾ തമ്പുരാനെ വിളിച്ചപേക്ഷിച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളെ ഒരിക്കലും കൈവെടിയാൽ. കാരണം ഒരു കാർപ്പറ്റ് ആണെങ്കിലും പിള്ളേർ വിശ്വാസത്തോടെ ഞങ്ങളും പിള്ളേരും എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഒരു മാസം കഴിഞ്ഞില്ല, ഒരു പ്രത്യേകമായ ഒരു ബെനിഫാക്ടർ, ഫോറിനിലെ ഒരു ബെനിഫാക്ടർ വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നാ വേണ്ട, പള്ളിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും തരാം. ഒന്നും ആലോചിക്കാതെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു കാർപ്പറ്റ് മതി. ഞങ്ങളുടെ പിള്ളേർക്ക് തണുപ്പ് കാലത്ത് പള്ളിയിൽ വന്നിരിക്കാൻ ഞങ്ങൾക്ക് കാർപ്പറ്റില്ല. കാർപ്പറ്റ് ഇല്ലാത്തപ്പം ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഈ കാർപ്പറ്റുകൾ പല പല കഷ്ണം കൂട്ടി ഇട്ടിരുന്ന് അതിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ പിള്ളേരുടെ പ്രാർത്ഥന കൊണ്ട് അപ്പോൾ അവർ പറഞ്ഞു, സിസ്റ്ററെ, നമ്മുടെ ഈശോയോട് എന്നാ ചോദിച്ചാൽ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ തമ്പുരാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ആ ഒരു വളരെ ഞങ്ങളും കാര്യം പിള്ളേരോട് ഞാൻ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞെങ്കിലും ഞങ്ങളെക്കാളും കൂടി ആ നിഷ്കളങ്കമായ പിള്ളേരുടെ വിശ്വാസത്തിന് തമ്പുരാൻ ഒരു വലിയ ഒരു പ്രതിഫലം ഞങ്ങൾക്ക് തന്നു. അതുപോലെ ഓരോ അന്നപ്പത്തിന് പലപ്പോഴും ഞങ്ങളും കഷ്ടപ്പെടാറുണ്ട്. കാരണം ഞങ്ങൾക്ക് വേറെ സാമ്പത്തികമായിട്ട് അധികം ഇതൊന്നുമില്ല. പക്ഷേ ഒരിക്കലും ഒരു മുട്ട് വന്നിട്ടില്ല ഈ കൊച്ചുങ്ങളെ കൊണ്ടു നടക്കാൻ. CSN സഭാ സമൂഹത്തിൻ്റെ പ്രാർത്ഥനയുടെയും ടീം വർക്കിൻ്റെയും ഫലമായിട്ടാണെന്നാണ് ഒരുപക്ഷെ ഇവരുടെ ഗ്രാമവാസികൾ ഈ ദൈവികമായ സന്തോഷവും സ്നേഹവും കണ്ടാൽ ദൈവപരിപാലനയുടെ മഹത്വം ദർശിക്കാൻ സാധിച്ചേനെ. ഈ പെൺകുട്ടികൾ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്കുള്ള ചുവടുകൾ ചലിപ്പിക്കാൻ പര്യാപ്തരായി കഴിഞ്ഞുവെന്നാണ് പരിശീലകരുടെ വിലയിരുത്തൽ. എല്ലാവരിലും ആത്മവിശ്വാസത്തിൻ്റെ അലയടികൾ ദർശിക്കാൻ സാധിക്കുന്നത് ഇവിടുത്തെ ട്രെയിനിങ്ങിൻ്റെ മികവാണ്. ഒരു വർഷത്തെ പഠനത്തിന് എത്തിച്ചേർന്നപ്പോൾ ഇവർ മ്ലാനവതരായിരുന്നു. അടിച്ചമർത്തലിൻ്റെയും കുറ്റമാരോപിക്കപ്പെട്ടതിൻ്റെയും ദുഃഖത്തിൻ്റെയും കാർമേഘങ്ങൾ ഇപ്പോൾ ഇവരിൽ നിന്ന് വിട്ടകന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. ഒരു വർഷത്തെ കഠിന പ്രയത്നത്തിൻ്റെ ഫലം പെട്ടെന്ന് കൈവന്നതിന് പ്രധാന കാരണം ഇവിടെ ഈ മിഷണറിമാർ ഒരു കൂടപ്പിറപ്പിനേക്കാളുമധികമായി സ്നേഹവും പിന്തുണയും ഈ കുട്ടികൾക്ക് നൽകുന്നത് കൊണ്ടാണെന്ന് ആസാം മിഷൻ പറയുന്നു. അങ്ങനെ ഈ നസ്രത്ത് ഹോം സയൻസ് എന്ന ഈ സ്ഥാപനം കാഴ്ചയിൽ ഒരു മിഷൻ സ്റ്റേഷൻ എന്ന് തോന്നുന്നതിനേക്കാളുപരി ഒരു ഭവനത്തിൻ്റെ അന്തരീക്ഷമാണ് അനുഭവിക്കാൻ സാധിക്കുന്നത്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ദൈവികമായ ഭാവം കുട്ടികളിൽ രൂപപ്പെടുത്താൻ വേറെ എന്താണ് വേണ്ടതെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ. എൻ്റെ പേര് ഫൂൽമണി എന്നാണ്. ഞാൻ വിശനന്ത് ചേരാളി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ദൈവാനുഗ്രഹത്താൽ ഇവിടെ ട്രെയിനിങ്ങിന് വരുവാൻ എനിക്ക് സാധിച്ചു.
ഞങ്ങളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ഇവിടുത്തെ ട്രെയിനിങ് വഴി ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഒരു വർഷത്തെ ഞങ്ങളുടെ കോഴ്സിന് 7 മാസം പിന്നിടുമ്പോൾ ഞങ്ങൾ ഒത്തിരിയധികം കാര്യങ്ങൾ പഠിച്ചു. ടൈലറിംഗ്, പെയിൻറിംഗ്, കുക്കിംഗ് എന്നിവയോടൊപ്പം പ്രാർത്ഥിക്കുവാനും പരസ്പരം പങ്കുവയ്ക്കുവാനും ഞങ്ങൾക്ക് കഴിയുന്നു. ഇവിടുത്തെ സിസ്റ്റർമാർ ഞങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു. മുന്നോട്ടുള്ള ജീവിതത്തിൽ എങ്ങനെ സ്വന്തം കാലിൽ നിന്ന് കാര്യങ്ങൾ നടത്താമെന്നും ദൈവോന്മുഖമായി ഞങ്ങളുടെ കുടുംബങ്ങളെ രൂപപ്പെടുത്താമെന്നും ഞങ്ങൾക്ക് സിസ്റ്റേഴ്സ് പറഞ്ഞു തരുന്നു. ഞങ്ങൾ 50 പേരിൽ പലരും പല ജാതിയിൽപ്പെട്ടവരാണ്. ബോഡോ, ഗ്യാരോ, റാബ, സന്താളി, ആദിവാസി തുടങ്ങിയവയിൽ. ഞങ്ങളുടെയൊക്കെ ഭാഷയും വ്യത്യസ്തമാണ്. എന്നാൽ ഇവിടെ വന്നതിനു ശേഷം ഞങ്ങൾ ഒരു കുടുംബത്തെ പോലെ കഴിയുന്നു. പരസ്പരം കൊണ്ടും കൊടുത്തും ഞങ്ങൾ ഒരുപാട് വളർന്നു. ഇവിടെ എന്നും വിശുദ്ധ ബലികളിൽ സംബന്ധിക്കുവാനും അകലെയായിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് അവസരം ലഭിക്കുന്നു. ഒരിക്കൽ കൂടി നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയധികം കഷ്ടതകൾ ഏറ്റെടുത്ത് ഞങ്ങളെ നേർവഴിക്ക് നടത്തുന്ന സിസ്റ്റർമാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. यहाँ उन लोगों के लिए भी प्रार्थना करते हैं जो हमारे परिवार दूर में हैं. हम लोग के जीवन के लिए भी हम ईश्वर से ये प्रार्थना कि हम लोग को ऐसे ही मौका दे कि हम जीवन में और भी आगे बढ़ते जाएं. इतना कह के मैं अपना बात अंत करती हूँ. ഇന്ന് 1200ഓളം യുവതികളാണ് ട്രെയിനിങ് കഴിഞ്ഞ് വളരെ നന്നായി അവരുടേതായ സാഹചര്യങ്ങളിൽ കുടുംബത്തിൻ്റെയും നാടിൻ്റെയും അഭിമാനമായി മാറിയിരിക്കുന്നത്. അതിനെല്ലാം ശക്തി പകരുന്നത് ഇവിടെ നിന്നും അവർക്ക് വേണ്ടി മുടക്കം കൂടാതെയുള്ള മിഷണറിമാരുടെ പ്രാർത്ഥനകളാണ്. പഠിച്ചിറങ്ങിയ കുട്ടികൾ പല മേഖലകളിൽ തൊഴിൽ ചെയ്യുമ്പോഴും അവരുടെ പാദങ്ങൾ ഇടറാതിരിക്കാനുള്ള ഊർജം പകരുന്നത് ഈ ചാപ്പലിൽ നിന്നാണെന്ന് ഒരുപക്ഷെ അവർ അറിയുന്നുണ്ടാകില്ല. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിൻ്റെ ദൈവത്തിൽ നീ ആശ്രയിക്കും, നിനക്ക് വേണ്ടതെല്ലാം അവിടുന്ന് തരും. അതൊരു വലിയൊരു അനുഭവമാണ് ഞങ്ങൾക്ക്. എന്ത് ചോദിച്ചാലും ദൈവം സമയാസമയങ്ങളിൽ അത് ദൈവത്തിൻ്റെ സമയത്തിൽ ദൈവം അത് കൃത്യമായിട്ട് തരുന്നുണ്ട്, ഞങ്ങളുടെ സമയത്തിലല്ല. പക്ഷേ അത് കാത്തിരിക്കാനുള്ളൊരു മനസ്സും ഒരു വിശ്വാസവും തന്ന് ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഈ വളരെ സ്നേഹത്തിന് മുൻപിൽ, കരുണയ്ക്ക് മുൻപിൽ, ഞങ്ങൾ ചെയ്യുന്ന ഈ ചെറിയ പ്രവർത്തനങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നതിന് മുൻപിൽ എപ്പോഴും ഒരു നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ നിൽക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ കൂടെയുള്ള എൻ്റെ സഹോദരിമാരെയും അതുപോലെ ഇവിടെയുള്ള എല്ലാവരെയും, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളുടെ ബെനിഫാക്ടേഴ്സ്. അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ കുട്ടികളൊക്കെ പഠിച്ചു കഴിഞ്ഞ് പോകുമ്പം എല്ലാ കുട്ടികൾക്കും എല്ലാ വർഷവും ഞങ്ങൾക്ക് മിഷൻ കൊടുക്കാൻ വേണ്ടി ജോൺ ആന്ത്രപ്പർ എന്ന് പറയുന്ന ഒരു ബെനിഫാക്ടർ ഞങ്ങൾക്ക് എല്ലാ വർഷവും 50 മിഷൻ തരാറുണ്ട്. ആ 50 മിഷനാണ് ഞങ്ങൾ ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതുപോലെ ഞങ്ങളെ സഹായിക്കുന്ന ഒത്തിരി പേരുണ്ട്, പേര് പറയാതെയും അതുപോലെ പറഞ്ഞും അതുപോലെ ഒത്തിരി പേര് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം. ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ദൈവത്തിൻ്റെ കയ്യൊപ്പമുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഐ ആം ദെയർ വിത്ത് യു എന്ന് പറയുന്നൊരു വലിയൊരു അനുഭവം ഞങ്ങൾക്ക് തമ്പുരാൻ തരുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ സഭയുടെ പ്രവർത്തനങ്ങൾ, കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ സഭയുടെ പ്രവർത്തനങ്ങൾ തമ്പുരാൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ദൈവം കൈവിടുത്ത് തരുന്ന ഓരോ വഴികൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. There's a beautiful place in the world. Lord is in